ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. പന്മന പനേനാർകാവ് സ്വദേശി ഷംസുദ്ദീന്റെ ചികിത്സയ്ക്കായാണ് ധനസമാഹരണം നടത്തുന്നത്. ഇതിനായാണ് സഹായ സമിതി രൂപീകരിച്ചത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച ചികിത്സയിലാണ് ഷംസുദ്ദീൻ. ഞങ്ങൾ കൂലിവേല ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇതിനായി കിടക്കുന്നത് കൊണ്ട് സഹായിക്കണം. പന്മന വടക്കുംതല പനേന്നർകാവ് 3-ാം വാർഡിൽ മാലിപ്പടിയിറ്റതിൽ ഷംസുദ്ദീനാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഭാരിച്ച ചെലവാണ് വേണ്ടിവരുന്നത്. ഈ സാഹചര്യത്തിലാണ് ചികിത്സാ ധനസഹായ സമിതി രൂപീകരിച്ചത്. അടിയന്തരമായിട്ട് ചികിത്സ, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ വേണ്ടിവരും. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കട്ടിലിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പം പാലിയേറ്റീവ് ചികിത്സയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയ അടക്കമുള്ള ശാസ്ത്രവിദ്യ അനുസരിച്ചിട്ടുള്ള ചികിത്സകൾ നൽകേണ്ടി വരും. ഭാരിച്ച തുകയാണ് ഇതിനു വേണ്ടിയിട്ട് ഡോക്ടർമാരെല്ലാം പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു കമ്മിറ്റി കൂടിയിട്ട് അതിലൊരു അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള എല്ലാ ജനങ്ങളും നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായങ്ങൾ നൽകിക്കൊണ്ട് ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് കണ്ടുകൊണ്ട് കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സഹായിക്കണമെന്ന് വിനീതമായി ഈ നാടിൻ്റെ ഒട്ടാകെയുള്ള ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. സഹായിക്കുക. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല എന്നിവർ രക്ഷാധികാരികളായും, മല്ലയിൽ അബ്ദുൾ സമദിനെ ചെയർമാനായും, തടത്തിൽ ഇസ്മയിൽ, അബ്ദുൾ സലാം വലിയ വീട്ടിൽ എന്നിവരെ കൺവീനർമാരായുമായാണ് ചികിത്സാ ധനസഹായ സമിതി രൂപീകരിച്ചത്. ഒരു നാടിൻ്റെ ആകെയുള്ള ഒരു പ്രാർത്ഥനയും പരിശ്രമവുമാണ് ഒരു കുടുംബത്തെ സഹായിക്കാനുള്ളത്. 2 പെൺമക്കൾ മാത്രമുള്ള ഒരു കുടുംബം സ്വന്തമായി വീടും സ്ഥലവും ഒന്നുമില്ലാതെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ആ കുടുംബത്തെ ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ ഷംസുദ്ദീൻ എന്ന അദ്ദേഹത്തിന് ബാധിക്കുകയും ആ കുടുംബം ആകെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ബുദ്ധിമുട്ടിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ബ്രെയിൻ ട്യൂമർ അടിയന്തരമായി ശസ്ത്രക്രിയ ആവശ്യമായി വരുമ്പോൾ അതിന് ഭീമമായൊരു തുകയാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. എല്ലാവരും കൂടി പരമാവധി പരിശ്രമിച്ചാൽ പോലും ഈ കുടുംബത്തെ പൂർണ്ണമായി സഹായിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് മറ്റുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നത്. J. അനിൽ, C. അനിൽ, അബ്ദുൾ റഷീദ്, അമീർ, അബ്ദുൾ റഷീദ്, അഷറഫ്, അബ്ദുൾ സലാം, അബ്ദുൾ സമദ്, സലീം, ജമാൽ കുറ്റിവട്ടം, യൂസഫ് കുഞ്ഞ് എന്നിവരടങ്ങുന്നതാണ് ചികിത്സാ ധനസഹായ കമ്മിറ്റി. മാലിപ്പടിയിറ്റതിൽ ശ്രീ ഷംസുദ്ദീൻ ഗുരുതരമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഭാരിച്ച ഒരു തുക വേണം. ജമാഅത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങളൊരു തുക സമാഹരിച്ച് അദ്ദേഹത്തിന് നൽകിയെങ്കിലും അതുകൊണ്ടൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ പോലും കിട്ടാത്ത അവർ വളരെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റമാണ്. അവരെ ഒന്ന് സഹായിച്ചാൽ പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് നല്ല കൂലി കിട്ടും. നമ്മളെല്ലാവരും മനുഷ്യസ്നേഹികളാണ്. നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസക്കാലം കൊണ്ട് അവരുടെ കയ്യിൽ അങ്ങനെ ഒരു സമ്പാദ്യമില്ല, ഒരു ഷെഡ് വാടകയ്ക്കാണ്. പിന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം സഹായിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരും ബന്ധുക്കളായാലും മറ്റുള്ളവരായാലും സഹായിക്കാൻ അവരെയും നിവൃത്തിയില്ല, ആരും സഹായിക്കാനില്ല. ആ തരത്തിൽ നമ്മുടെ ജനങ്ങളായ നമ്മുടെ നാട്ടുപ്രദേശക്കാരായ അവർ ആ ഒക്കുന്ന സഹായങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് വരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും ആ ഒരു സഹായം നമുക്ക് പറ്റുന്നില്ല. ആ സഹായം കൊണ്ട് മുന്നോട്ടുള്ള ജീവിതം, മുന്നോട്ടുള്ള ചികിത്സയ്ക്കായാലും പറ്റുന്നില്ല. ഷംസുദ്ദീന്റെ ഭാര്യ സക്കീനയുടെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപ്പള്ളിക്കോട്ട ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ സഹപ്രവർത്തകരും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞത്. ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ സഹായങ്ങൾ പോരാതെ വരികയും അതിന് നിങ്ങളുടെ നാട്ടുകാരായ നല്ലവരായ നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് സഹായിക്കാൻ കഴിയുന്നത് സഹായിച്ച് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്നും മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ.